ഇന്ന് നമ്മൾ നമ്മുടെ ഇടവക പള്ളിയായ സെൻറ് തോമസ് ഓർത്തഡോക്സ് ചർച്ച് അടിമാലി പള്ളിയിലെ ഓശാനയുടെ തിരുക്കർമ്മങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലൂടെ നമ്മുടെ ഓശാനയുടെ തിരുക്കർമ്മങ്ങൾ കാണാം. ഓശാനയുടെ ഐതിഹ്യം യേശുദേവൻ ജെറുസലേം ദേവാലയത്തിലേക്ക് കഴുതപ്പുറത്ത് പോകുന്നതായിട്ടാണ്. അപ്പോൾ കുരുത്തോലകളും കൊണ്ട് സൈത്യം കൊമ്പുകളും കൊണ്ട് ആൾക്കാർ യേശുവിനെ വരവേൽക്കുന്നു. അടുത്തപ്പോൾ തന്റെ ശിഷ്യന്മാരിൽ രണ്ടുപേരെ അയച്ചുകൊണ്ട് അവരോട് പറഞ്ഞു,
നമ്മുടെ നേരെയുള്ള ആ ഗ്രാമത്തിലേക്ക് പോകുകയും നിങ്ങൾ അതിൽ പ്രവേശിക്കുമ്പോൾ ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. അതിന്റെ പുറത്തൊരിക്കലും ഒരുവനും കയറിയിട്ടില്ല. അതിനെ അഴിച്ചുകൊണ്ടുവരികയും എന്തിനാണ് നിങ്ങൾ അതിനെ അഴിക്കുന്നതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഞങ്ങളുടെ കർത്താവിന് ഇതിന്റെ ആവശ്യമുണ്ട് എന്ന് പറയുകയും അയക്കപ്പെട്ടവർ പോയി അവൻ പറഞ്ഞിരുന്ന പ്രകാരം കണ്ടു. അവർ കഴുതക്കുട്ടിയെ അഴിക്കുമ്പോൾ അതിന്റെ ഉടമസ്ഥൻ നിങ്ങൾ ഈ കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്തിന് എന്ന് ചോദിച്ചു. അവൻ അവരോട് ഞങ്ങളുടെ കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു. അവർ അതിനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുചെന്നു. കഴുതക്കുട്ടിയുടെ പുറത്ത് വസ്ത്രങ്ങൾ വിരിച്ച് അതിന്മേൽ യേശുവിനെ കയറ്റി. അവൻ പോകുമ്പോൾ പലരും തങ്ങളുടെ വസ്ത്രങ്ങൾ വഴിയെ തിരിച്ചു. സൈത്ത് പർവ്വതത്തിന്റെ ഇറക്കത്തോടെടുത്തപ്പോൾ ശിഷ്യന്മാരുടെ കൂട്ടമെല്ലാം തങ്ങൾ കണ്ടിട്ടുള്ള സകല അത്ഭുത ശക്തികളെ കുറിച്ച് സന്തോഷിച്ച് ആർത്തു വിളിച്ച് ദൈവത്തെ സ്തുതിച്ച് ഇങ്ങനെ പറഞ്ഞു തുടങ്ങി, ഹോശാന, കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. സ്വർഗ്ഗത്തിലെ സമാധാനം, അത്യുന്നതങ്ങളുടെ സ്തുതി. ഹോശാന, കല്ലുകൾ ആർത്തു വിളിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു.
ആന്തരിക ശോഭയോടും വിശുദ്ധ വിചാരങ്ങളോടുകൂടി നിന്റെ എതിരേക്ക് പുറപ്പെടുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഭാവത്തിന്റെ കൊമ്പുകളോടുകൂടി ഞങ്ങൾ അട്ടഹസിച്ച് പറയുന്നു, കർത്താവിന്റെ നാമത്തിൽ വരുന്നവർ വാഴ്ത്തപ്പെട്ടവരാകുന്നു. ഉയരങ്ങളിൽ ഹോശാന, ദൈവമേ പ്രകാരങ്ങളോട് കർമ്മ ചെയ്യണമേ. ഇതിന്റെ കർമ്മയുടെ പ്രകാരത്തിന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. നിനക്ക് വിരോധമായി തന്നെ ഞാൻ പാപം ചെയ്തു, നിന്റെ ദ്രോഹങ്ങൾ ഞാൻ ചെയ്തു. എന്നാൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ ആഗ്രഹങ്ങൾ നീ ചെയ്യുകയും ചെയ്യും. എന്തെന്നാൽ ഞാൻ അനുഭവിച്ചു, പാപങ്ങളുടെ മാതാവിനെ ഗർഭധരിക്കുകയും ചെയ്തു. രൂപരഹിതവുമായ പ്രത്യാശയായവന് ശിശുക്കളെ പൈതങ്ങളെ നവീന സ്ത്രീപാഠകന്മാരായി തീർത്തവനും സർവശ്വാസങ്ങളുടെയും സൃഷ്ടാവ് നിർമ്മാതാവുമായവന് വ്യാപാരം മൂലം ലോകത്തെ ഉദ്ധരിച്ച രക്ഷണാവിന് ശ്രേഷ്ഠതയുള്ള ലോകത്തിലേക്ക് ഞങ്ങളെ ഉയർത്തുവാൻ വേണ്ടി തിരുവിഷ്ടത്തോടൊരുങ്ങുന്ന പൂർണ്ണപിതാവിന്റെ പൂർണ്ണരൂപമായവന് വാഴ്ത്തപ്പെട്ടതെന്ന് ശിശുക്കൾക്ക് വേണ്ടി അഭ്യസിച്ചു. ആ പ്രകൃതിയെ പരിശുദ്ധനായവന് സൈത്യപർവ്വതത്തിന് സമീപമുള്ള ബെത്ഫാഗയ്ക്കും ബെഥാനിക്കും വരെ യെരൂശലേമിനെ സമീപിച്ചപ്പോൾ തന്റെ ശിഷ്യന്മാരിൽ രണ്ടുപേരെ അയക്കുകയും അവരോട് പ്രകാരം പറയുകയും ചെയ്തു, നമ്മുടെ നേരെയുള്ള ഗ്രാമത്തിലേക്ക് പോകുകയും നിങ്ങൾ അതിൽ പ്രവേശിക്കുന്ന ഉടൻ ഒരു കഴുതക്കുട്ടിയെ കെട്ടിരിക്കുന്നത് കാണും. ഇതുവരെയും ഒരു മനുഷ്യനും അതിന്റെ പുറത്ത് കയറിയിട്ടില്ല. നിങ്ങൾ അതിനെ അഴിച്ചുകൊണ്ടുവരികയും നിങ്ങൾ എന്തിനെതിരെ
ചെയ്യുന്നു എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഞങ്ങളുടെ കർത്താവിന് അതിനെ ആവശ്യമുണ്ട് എന്ന് പറയുവീൻ. ഉടനെ അവർ അതിനെ എവിടേക്ക് വിട്ടയക്കും. അവർ പോയി തെരുവിൽ പുറത്തു വാതിൽ കെട്ടിയിരിക്കുന്ന കഴുതക്കുട്ടിയെ കണ്ടു. അതിനെ അഴിക്കുവീൻ. അവിടെ നിന്നവരിൽ ചിലർ, നിങ്ങൾ കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചു. അവർ യേശു കൽപ്പിച്ച പ്രകാരം അവരോട് പറഞ്ഞു. അപ്പോൾ അവർ സമ്മതിച്ചു. അനന്തരം അവർ കഴുതക്കുട്ടിയെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അതിന് പുറത്ത് അവർ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിക്കുകയും യേശു അതിന്മേൽ കയറുകയും ചെയ്തു. പലരും തങ്ങളുടെ വസ്ത്രങ്ങൾ വഴിക്ക് വിരിച്ചു. ചില വൃക്ഷങ്ങളിൽ ചെന്ന് ചെറുശാഖകൾ വെട്ടിയെടുത്ത് വഴിയിൽ കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. കർത്താവിന്റെ നാമത്തിൽ വരുന്നതായി നമ്മുടെ പിതാവായ ദാവീദിന്റെ രാജ്യവും വാഴ്ത്തപ്പെട്ടതാകുന്നു. അത്യുന്നതങ്ങളിൽ ഹോശാന, ഹോശാന. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. കർത്താവിന്റെ നാമത്തിൽ വരുന്നതായി നമ്മുടെ പിതാവായ ദാവീദിന്റെ രാജ്യവും വാഴ്ത്തപ്പെട്ടതാകുന്നു. അത്യുന്നതങ്ങളിൽ സ്തുതി, ഉയരങ്ങളിൽ ഹോശാന, ഹോശാന. യേശു യെരൂശലേമിൽ ദേവാലയത്തിൽ പ്രവേശിച്ച് സർവ്വവും കണ്ടു. സന്ധ്യാസമയമായപ്പോൾ അവർ 12 പേരോടുകൂടി ബെഥാനിയിലേക്ക് പോയി. പിറ്റേ ദിവസം ബെഥാനിയിൽ നിന്ന് പോരുമ്പോൾ അവന് വിശന്നു. ഇരകളുള്ള ഒരു അത്തിവൃക്ഷം ദൂരം കണ്ടിട്ട് അതിൽ വല്ലതും കണ്ടേക്കാമെന്ന് വെച്ച് അതിന്റെ അടുക്കൽ ചെന്നു. അപ്പോൾ ഇലകളല്ലാതെ അതിലൊന്നും കണ്ടില്ല. എന്തെന്നാൽ അത് അത്തിപ്പഴത്തിന്റെ കാലമല്ലായിരുന്നു. അവൻ അതിനോട്, ഇനി എന്നേക്കും ഒരുവന് നിന്നിൽ നിന്ന് ഫലം ഭക്ഷിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ അത് കേട്ട് പിന്നെ അവർ യെരൂശലേമിൽ ചെന്ന് യേശു ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ ക്രയം ചെയ്തുകൊണ്ടിരുന്നവരെ പുറത്താക്കുവാൻ തുടങ്ങി. നാണയം മാറുന്നവരുടെ മേശകളും പ്രാവുകളും വിൽക്കുന്നവരുടെ പീഠങ്ങളും മറിച്ചിട്ടു. ദേവാലയത്തിനകത്തുകൂടി ഒരുവനും സാമാനങ്ങൾ കടത്തിക്കൊണ്ടു പോകുവാൻ അവൻ സമ്മതിച്ചില്ല. അവൻ ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ ഭവനം സകല ജനങ്ങൾക്കും പ്രാർത്ഥന ഭവനമെന്ന് വിളിക്കപ്പെടുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലയോ? എന്നാൽ നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു. പ്രധാന ആചാര്യന്മാരും വേദപണ്ഡിതന്മാരും അത് കേട്ടിട്ട് അവനെ എങ്ങനെ കൊല്ലേണ്ടു എന്ന് ആരാഞ്ഞു. എന്തെന്നാൽ ജനങ്ങളെല്ലാം അവന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചിരുന്നത് കൊണ്ട് അവർ അവനെ സ്നേഹാഘോഷമാണ്. ദൂതന്മാർ സേവിക്കോടെ ചൊല്ലുന്ന സമയത്ത് ഈശാനി പരിശുദ്ധൻ, ശക്താനി പരിശുദ്ധൻ, മൃദീനാനി പരിശുദ്ധൻ, ദാവീദാത്മജ ഹോശാന, കൃപയാടിയാൽ ചെയ്യണമേ എന്ന്
ദൈവത്തിന്റെ കരുണ ഈ വിശുദ്ധകൾ വായിച്ചിരിക്കുന്നവരുടെ മേലും ഇവ നൽകുന്നവരുടെ മേലും അനുഭവിക്കുന്നവരുടെ മേലും പരിശ്രമിച്ച് സംബന്ധിക്കുന്നവരും സംബന്ധിച്ചിട്ടുള്ളവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണമേ. ദൈവത്തിന്റെ കരുണ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും ചുരിയപ്പെടുമാറാകട്ടെ. നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശുമശീഹ, ഞങ്ങൾ രക്ഷിച്ചതായ ഞങ്ങൾ പാപജീവിതത്തിലുണ്ടാക്കുന്ന ഞങ്ങൾ ശിക്ഷയ്ക്കോ പ്രതിപാദനമായി തീരരുതേ. എന്നാലോ ഞങ്ങൾ എല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ദൈവം തമ്പുരാനെ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ജനമോശാന സ്തുതി ഘോഷിച്ചു. സിയോൻ വീഥിയിൽ ഓശാനകളാൽ സങ്കീർത്തിതനേ. ഓശാനകളാൽ സ്തുതി അർപ്പിക്കുന്നു. അവസാനദിനെ വാനവരത്തം എഴുന്നള്ളുമ്പോൾ ഓശാന സ്തുതിയോടെതിരേൽപ്പാൻ ഏകുക ഭാഗ്യം. തൃത്വത്തിന്റെ കൃപകളും കർണവുമാരുടെ ഫലമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്താകുകയും ദൂരസ്ഥനും സമീപസ്ഥനും ജീവനോടെ മരിച്ചുപോലും പ്രധാന വിജയശ്രീമാർ രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധനാമത്തിൽ സന്തോഷപ്പെടുകയും ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ പാപങ്ങൾ മോചിക്കും, വിശ്വാസം നിങ്ങളുടെ വാങ്ങിപ്പോരുന്ന ആശ്വസിപ്പിക്കുകയും ചെയ്യും. ദാസനാണ് നിങ്ങളുടെ പ്രാർത്ഥന കരുണയും പ്രാപിക്കുമാറാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടെ പോകുകയും എന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയും ചെയ്യും. No
ആദ്യഫലങ്ങളെയും ദശാംശങ്ങളെയും വാഴ്ത്തണമേ. ആകാശത്തിലെ പനിമഞ്ഞും ഭൂമിയിലെ ഫലപുഷ്ടിയും അനവധിയായ ധാന്യവും വീഞ്ഞും നിനക്ക് നൽകുമെന്ന് അബ്രഹാം അരുളി ചെയ്ത നാഥ, യഥാകാലം ആവശ്യമായ വെയിലും മഴയും തന്ന് ഞങ്ങളുടെ കൃഷികളെ പരിപുഷ്ടിപ്പെടുത്തുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ആദ്യഫലങ്ങളുടെ ദശാംശവും നിനക്ക് അർഹതപ്പെട്ടവയാണല്ലോ. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും കാഴ്ചകളെ സ്വീകരിച്ച് സന്തോഷിച്ചവരെ അനുഗ്രഹിച്ചതുപോലെ നിന്റെ മുമ്പാകെ ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന ഈ ആദ്യഫലങ്ങളെയും ദശാംശങ്ങളെയും നീ സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ ആദ്യഫലങ്ങളും ദശാംശങ്ങളും കൊണ്ടുവന്നിട്ടുള്ളവരുടെ അധ്വാനങ്ങളെയെല്ലാം ഫലവത്താക്കി തീർക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ സഭയുടെയും ഈ ഇടവകയുടെയും പുരോഗതിക്ക് സഹായകരമായി തീരണമേ. ഇതിൽ സഹകരിക്കുന്ന ഏവരെയും നീ അനുഗ്രഹിക്കണമേ. ഈ ആദ്യഫലം കൊണ്ടുവന്നവരെയും അവരുടെ കുടുംബങ്ങളെയും അവരുടെ വയലുകളെയും കൃഷികളെയും മൃഗങ്ങളെയും അവർക്കുള്ള എല്ലാ വിഭവങ്ങളെയും വാഴ്ത്തണമേ. ഞങ്ങൾ നിന്നെയും നിന്റെ ജനകൻ നിന്റെ ഏകജാതനെയും നിന്റെ പരിശുദ്ധാത്മാവിനെ എപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്ക് സ്തുതിക്കുമാറാകണമേ. ഏറ്റവും അനുഗ്രഹപ്രദമായ രീതിയിൽ ഇത് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നു. വെളിച്ചെണ്ണ 2 ലിറ്റർ വെളിച്ചെണ്ണ കേട്ടോ. 2 ലിറ്റർ വെളിച്ചെണ്ണ 300 രൂപ, 350 രൂപ, 350 രൂപ. മണപ്പാട്ട ചേച്ചി വിളിച്ചേക്കാണ് 350 രൂപ. 400 ആരാ വിളിച്ചത്? ബി സാറ് 400 രൂപ, ബിജു സാറ് 400 രൂപ. 400 രൂപ ഒരു തരാം വെളിച്ചെണ്ണ 2 ലിറ്റർ ഈസ്റ്ററിന്റെ ആവശ്യമുള്ള കേട്ടോ. 425 രൂപ. മണപ്പാട്ട് ചേച്ചി വീണ്ടും 425 രൂപ ഒരു തരം. 425 രൂപ ഒരു തരം. 450, 600, 600 രൂപ. ബോബജന്റെ വൈഫ് 600 രൂപ വിളിച്ചിട്ടുണ്ട്. 600 രൂപ ഒരു തരം വെളിച്ചെണ്ണ പെസഹയ്ക്കൊക്കെ ആവശ്യമുള്ള കേട്ടോ. 600 രൂപ ഒരു തരം. 600 രൂപ, 600 രൂപ. 2 ലിറ്റർ വെളിച്ചെണ്ണ 600 രൂപ, 600 രൂപ, 600 രൂപ 2 തരം. 610 എന്നാ ഒരു വില 625 രൂപ. മണപ്പാട് ചേച്ചി വിട്ടല്ല കേട്ടോ. 625 രൂപ ചേച്ചി വിളിക്കേ. 625 രൂപ ഒരു തരം. 625, 700 രൂപ. ബോബച്ചന്റെ വൈഫ് 700 രൂപ ഒരു തരം. 700 രൂപ, 700 രൂപ ഒരു തരം. 700 രൂപ 2 തരം. 700 രൂപ, 700 രൂപ 2 തരം. ആരെങ്കിലും വിളിക്കുന്നുണ്ടോ? സമയമില്ല കേട്ടോ. 700 രൂപ 2 തരം. 700 2.25 തരം. 700 രൂപ 2.25 തരം. എല്ലാം ഉറപ്പിക്കാം കേട്ടോ. 700 രൂപ 3 തരം.